ഞാനിവിടെ റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറിയും ചെളിയൊക്കെ പിടിച്ച ഓരോ ഐറ്റംസും പുതിയതുപോലെ ആക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് എൻ്റെ ഈ ടൈൽ കട്ടറാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും ഇതുപോലുള്ള ചെളിയും കറയൊക്കെ പിടിച്ച ഓരോ ഐറ്റംസും ക്ലീൻ ചെയ്യാൻ ഈ ഒരു ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ എന്നല്ല, ഞാനിവിടെ കുറേ നാളായിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെളിയും കറയൊക്കെ പിടിച്ച ഐറ്റംസിലേക്ക് നമുക്ക് ഈ ലിക്വിഡ് നേരിട്ട് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് ഇതുപോലെ കറയുള്ള ഭാഗത്ത് ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു തവണ മാത്രം ചെയ്താൽ പോരാ, ഒരുപാട് കറകളൊക്കെ ഉണ്ടെങ്കിൽ 2 തവണ ചെയ്തെങ്കിലാണ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡ് ഉപയോഗിച്ചാണ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഓരോ ഐറ്റംസും. അതുപോലെ ചില സാധനങ്ങളിലെ കറയൊക്കെ ഒരു തവണ ഇങ്ങനെ ചെയ്ത് നടത്തുകൊണ്ട് പോകില്ല. അപ്പോൾ രണ്ടാമത് ഒന്നുകൂടി ഈ ലിക്വിഡ് സ്പ്രേ ചെയ്ത് ബ്രഷിനെ നല്ല രീതിയിൽ ഒന്നുകൂടി ഉരച്ച് കഴിയുമ്പോഴേക്കാണ് ക്ലിയർ ആയിട്ട് പോകുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു കട്ടർ ഈ രീതിയിൽ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലായിടത്തും ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗം മാത്രം സാമ്പിളായിട്ട് ചെയ്ത് കാണിച്ചേക്കുന്നതാണ്. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതും ചെയ്യാത്ത സൈഡും തമ്മിലുള്ള വ്യത്യാസം ഈ കാണുന്ന പോലെയാണ്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ PVC വാൽവാണ്. അങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡ് ഇതുപോലുള്ള കറകളിലൊക്കെ പറ്റുമ്പോൾ ചെറിയ രീതിയിൽ ഒരു മഞ്ഞ കളറായിട്ട് ഇളകി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇളകി വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒരുപാട് കട്ട പിടിച്ച കറകളൊക്കെ ഉള്ളതാണെങ്കിൽ ആദ്യമേ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടില്ല എല്ലാം ഒന്നും. രണ്ടാമത് ഒന്നുകൂടി ലിക്വിഡ് സ്പ്രേ ചെയ്ത് ക്ലീൻ ആക്കിങ്ങിലാണ് പോകുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ കുറച്ച് ഏരിയയിൽ 2 തവണ ലിക്വിഡ് സ്പ്രേ ചെയ്ത് ക്ലീൻ ആക്കിയപ്പം ഈ രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ സാമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് ക്ലീൻ ആക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ക്ലീൻ ലിക്വിഡാണ്. ഇത് നമുക്ക് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ക്ലീൻ ആക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഈ ലിക്വിഡ് ഓരോ ഉപകരണങ്ങളിലൊക്കെ പുറമെയുള്ള കവറൊക്കെ ക്ലീൻ ആക്കാനാണ് ഉപയോഗിക്കാവുള്ളൂ. 200 ml ഈ ഒരു ബോട്ടിലിന് 300 രൂപയായിരുന്നു ആയത്. അതുപോലെ ഈ ക്ലീൻ ലിക്വിഡ് കുട്ടികളൊന്നും എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സേഫ്റ്റി സ്വിച്ച് കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഓൺ ആക്കി മാത്രമാണ് നമുക്ക് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ഇതുപോലുള്ള പല ബ്രാൻഡുകളുടെയും ക്ലീൻ ലിക്വിഡ് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രം നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ ലിക്വിഡ് ഉപയോഗിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം.